കേരളത്തിൽ വളരെ പഴക്കമുള്ള പള്ളിയിലൊന്നാണ് അർത്തിങ്കപ്പള്ളി. അർത്തിങ്ക 2 പള്ളിയുണ്ട്. ഒന്ന് പഴയ പള്ളി, ഒന്ന് പുതിയ പള്ളി. പഴയ പള്ളി 1581 പണിതാണ്. പുതിയ പള്ളി 1910 പണിതാണ്. ഇതിൻ്റെ വ്യവസായത്തിൻ്റെ തിരുരൂപം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അത് 441 വർഷം പഴക്കമുണ്ട്. അർത്തിങ്ക പള്ളി പെരുന്നാൾ കൊടിയേറിയായിരുന്നു. അപ്പോൾ ഞാനും മനീഷയും കുഞ്ഞുനും ആയിരുന്നു പള്ളിയിൽ പോയി. അപ്പോൾ ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. ഇപ്പോഴും ആ പഴയ പള്ളി പുത്തൻ പോലെ തന്നെ ഇരിപ്പുണ്ട്. നല്ല മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട്. 1581 ഈ പള്ളി പണിയുമ്പോൾ ആദ്യം തടികൊണ്ടുള്ള പള്ളിയായിരുന്നു, ഓലപ്പരയായിരുന്നു. കൊച്ചി രാജാവാണ് ഇതിന് പെർമിഷൻ കൊടുത്തത്. പിന്നെ കല്ലുകൊണ്ടുള്ള കെട്ടിടം പണിതത് 1584 അതും കൊച്ചി രാജാ പെർമിഷൻ കൊണ്ടാണ് ചെയ്തത്. 7 വർഷം കൊണ്ട് ബിൽഡിംഗ് കംപ്ലീറ്റ് ആക്കി. പുതിയ പള്ളി പണി കഴിയുന്നത് 1910 1964 പണി പൂർത്തിയാക്കി. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവിടെ പോയി തൊഴുതു. ആദ്യം പുതിയ പള്ളി കയറി തൊഴുതു. അപ്പോൾ എല്ലാവരും ഇരിക്കുകയായിരുന്നു അവിടെ. മറ്റേ കുർബാന സ്റ്റാർട്ട് ചെയ്യാൻ പോയെന്ന് തോന്നുന്നു. പിന്നെ പഴയ പള്ളിയിൽ പോയി കണ്ടു. പഴയ പള്ളി ഇപ്പോഴും നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട്. അവിടെ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞുണ്ണിക്ക് ധൃതിയായിരുന്നു, പെട്ടെന്ന് ബീച്ചിൽ പോകണം. പുള്ളിക്ക് ബീച്ചിൽ പോകാൻ ഇഷ്ടം. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം കൂട്ടൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പള്ളി സ്റ്റാർട്ട് ചെയ്ത ഹിസ്റ്ററിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പഴയ കൺസ്ട്രക്ഷൻ്റെയും പുതിയ കൺസ്ട്രക്ഷൻ്റെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബീച്ചിൽ പോയപ്പോൾ കുഞ്ഞുണ്ണി തകർത്ത് വാരി. ബീച്ചിലിറങ്ങി പുള്ളി തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിഷമിച്ചു, ഇവനെ പിടിച്ച്. ഇവനാണെങ്കിൽ തെരയെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, കടലിറങ്ങാൻ ഭയങ്കര ഇത്, പിന്നെ തിരിച്ച് കയറാൻ പാട്. പിന്നെ പുള്ളിക്കാരൻ മൊത്തം നനഞ്ഞായിരുന്നു, ഡ്രസ്സൊക്കെ മാറ്റേണ്ടി വന്നു. പിന്നെ കുറച്ച് നേരം ഇരുന്നു. ഞാൻ പിന്നെ അസ്തമനം ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ് തിരിച്ചു പോന്നു. പെരുന്നാൾ തുടങ്ങിയുള്ളതുകൊണ്ട് തിരക്ക് വളരെ കുറവായിരുന്നു. പന്തലൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ. തന്നെ എല്ലാ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കെല്ലാം സ്റ്റാളൊക്കെ ഇട്ട് വരുന്നേ ഉള്ളൂ ഓരോന്നൊക്കെ ആയിട്ട്. എനിക്കൊന്ന് ആഘോഷമൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്നതൊക്കെ തിരിച്ചു പോന്നു.